Hello friends, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫീൽഡ് വർക്കർ എക്സാമിന് വേണ്ടിയിട്ടുള്ള മുൻവർഷ ചോദ്യപേപ്പർ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സും ക്ലാസ്സുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മാർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ കമൻറ്റ്സ് ഒക്കെ വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ നമ്മൾ ഫീൽഡ് വർക്കർ, ഇനി വരുന്ന +2 മെയിൻസ്, അതിനൊക്കെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇനി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫീൽഡ് വർക്കർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് 4 മണിക്കൂറുള്ള ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മുൻവർഷ ചോദ്യപേപ്പർ നോക്കാനായിട്ട് കാര്യം അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ആണെങ്കിലും LGS മെയിൻസ് പരീക്ഷയുടെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പുതിയ രീതിയിലുള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസിനും കൂടെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ശബ്ദത്തിന് നല്ല അടപ്പുണ്ട് കേട്ടോ, നല്ല ജലദോഷം, പനി, തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അടപ്പുണ്ട്, ക്ഷമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഞാൻ ഇതിൽ കറണ്ട് അഫയേഴ്സ് ഒന്നും പറയുന്നില്ല കേട്ടോ, നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യം ഇത് 2015 അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യം ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മുൻവർഷ ചോദ്യങ്ങളിൽ കറണ്ട് അഫയേഴ്സ് പറയുന്നില്ല, അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി തിരുവനന്തപുരമാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നീലഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് നീലഗിരി എന്ന പേരിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ ബി JRD ടാറ്റയാണ്. JRD ടാറ്റ. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ ആണ്, ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി എവിടെ സ്ഥാപിതമായി? ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി എവിടെയാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി ബംഗാളാണ്. അടുത്ത ചോദ്യം നോക്കുക. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ നാവികൻ? പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ നാവികൻ ആരാണ്? ഓപ്ഷൻ സി അഭിലാഷ് ടോമിയാണ്. ഓക്കെ, അഭിലാഷ് ടോമി. ലോക്സഭാ സ്പീക്കറായ രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ലോക്സഭാ സ്പീക്കറായ രണ്ടാമത്തെ ഇന്ത്യൻ വനിത സുമിത്ര മഹാജൻ ആണ് കേട്ടോ, സുമിത്ര മഹാജൻ. ആദ്യത്തെ വനിത ആരാണ്? മീര കുമാർ ആണ്. ഓക്കെ, അടുത്തത് കറണ്ട് അഫെയർ ആണ്, നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ, ഇന്ത്യൻ റെയിൽവേ. അടുത്തത്, സത്യം ശിവം സുന്ദരം ഏതിൻ്റെ ആപ്തവാക്യമാണ്? സത്യം ശിവം സുന്ദരം ഏതിൻ്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ബി ദൂരദർശൻ. ദൂരദർശൻ്റെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം എന്ന് പറയുന്നത്. അടുത്തത്, ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി പട്ടേലാണ് അല്ലേ. അടുത്തത്, കേരള ഗവർണർ ആര്? കറണ്ട് അഫെയർ ആണ്, നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്ന്. ഓക്കെ, നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് 2013 അതും ഒരു കറണ്ട് അഫെയർ ആണ്. അതിൻ്റെ ആൻസർ വന്നിട്ട് 2013 ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന അവാർഡ് നേടിയത് MS സ്വാമിനാഥൻ എന്നുള്ളതാണ്. കറണ്ട് അഫെയർ ആണ്. ഓക്കെ, അടുത്തത്, കേരള മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി തിരൂരാണ്. തിരൂര് കേട്ടോ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷമേത്? ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏതാണ്? 1911. ഓപ്ഷൻ എ ആണ്. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. റദ്ദാക്കിയത് 1911 എന്നുള്ളത് ഓർത്തിരിക്കാം.
3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ സി അംബേദ്കർ ആണ്. ഓക്കെ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാം വട്ടമേശ സമ്മേളനമാണ് അല്ലേ. 3ലും പങ്കെടുത്തത് ആരാണ്? അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജ സ്ഥാപകൻ ആര്? ബ്രഹ്മസമാജ സ്ഥാപകൻ സ്ഥിരം ചോദിക്കുന്നതാണ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അടുത്തത്, ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത്, ശ്രീബുദ്ധന്റെ യഥാർത്ഥ നാമം എന്താണ്? ശ്രീബുദ്ധന്റെ യഥാർത്ഥ നാമം എന്താണ്? ഗൗതമൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഗൗതമൻ ആണ്. ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ 1526, 1556, 1761 എന്നീ വർഷങ്ങളിൽ നടന്നു. ഏതാണ് ആ യുദ്ധം? 1526 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 1ാം പാനിപ്പത്ത്, 2ാം പാനിപ്പത്ത്, 3ാം പാനിപ്പത്ത് അല്ലേ. അപ്പോൾ പാനിപ്പത്ത് യുദ്ധമാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കുക. ഹൈദരാബാദിൽ പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ ഓർമ്മയ്ക്കായി പണിത സ്മാരകം ഏതാണ്? പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ ഓർമ്മയ്ക്കായി പണിതത് ചാർമിനാർ ആണ്. ഓക്കെ. ഓപ്ഷൻ എ ചാർമിനാർ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ഗുജറാത്ത് ആണ്. ഓക്കെ. അടുത്തത്, ദേശീയ പത്രദിനം എന്ന്. ദേശീയ പത്രദിനം ഓപ്ഷൻ ബി നവംബർ 16 ആണ്. നവംബർ 16. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? മൗലിക കർത്തവ്യങ്ങളാണ് എവിടെ നിന്നാണ് കടമെടുത്തത്? USSR റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് മൗലിക കർത്തവ്യങ്ങൾ. അടുത്തത് നോക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആണ് അല്ലെ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഭരണഘടനാ പ്രകാരം പാർലമെന്റിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? ഭരണഘടനാ പ്രകാരം പാർലമെന്റിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ ഓപ്ഷൻസിൽ നമ്മുടെ ആൻസർ ഇല്ല. കാരണം എന്താണ്? രാജ്യസഭയിലോട്ട് 12 പേരെയാണ് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുക. ആദ്യം 14 എന്നായിരുന്നു. ലോക്സഭയിലോട്ട് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുമായിരുന്നു. 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് ഇല്ലാതാക്കി അല്ലേ. അപ്പോൾ എന്താണ്, ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇല്ല ഇപ്പോൾ. അപ്പോൾ രാജ്യസഭയിലേക്ക് നിലവിൽ 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം. അതാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഇല്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആര്? ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ ആണ്. ഓപ്ഷൻ സി പിംഗലി വെങ്കയ്യ. ജനഗണമന ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ശങ്കരാഭരണമാണ്. ഓക്കെ. ശങ്കരാഭരണം. ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഓപ്ഷൻ എ 52 സെക്കൻഡ് ആണ് ദേശീയഗാനം ആലപിക്കാനായിട്ട് എടുക്കുന്ന സമയം. ഓക്കെ. 52 സെക്കൻഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി കുട്ടനാടാണ്. ഓക്കെ. കുട്ടനാട്. അതുപോലെ തന്നെ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നത് ഇന്ത്യയിലെ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അടുത്തത്, 1984 അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ വെച്ച് നടന്ന സൈനിക നടപടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ വെച്ച് നടന്ന സൈനിക നടപടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന പേരിലാണ്. അതിന് നേതൃത്വം കൊടുത്ത ആരാണ്? ഉത്തരവിട്ടത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ള സംഭവമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? മൗലിക അവകാശങ്ങളുടെ ശില്പി പട്ടേലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണെങ്കിൽ ആരാണ്? അംബേദ്കർ ആണ്. ഓക്കെ. അടുത്തത്, കേരളത്തിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. വേമ്പനാട്ട് കായൽ. അടുത്തത്, ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല എവിടെയാണ്? ഓപ്ഷൻ സി ഹൂബ്ലിയിലാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാറാണ്. രണ്ടാമത് ഭാരതപ്പുഴയാണ് അല്ലേ. ഓപ്ഷൻ ബി പെരിയാറാണ് ഏറ്റവും വലിയ നദി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ് അല്ലേ. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്.
അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസൽ. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി നെയ്യാർ ഡാമിലാണ്. ഓക്കെ. ദേശീയ പൈതൃക മൃഗം ഏത്? ദേശീയ പൈതൃക മൃഗം ആന. ഓപ്ഷൻ എ. വന്യജീവി സംരക്ഷണത്തിനായി നിയമം കൊണ്ടുവന്ന ആദ്യ ചക്രവർത്തി ആരാണ്? ഓപ്ഷൻ ബി അശോകനാണ്. ഓക്കെ, അശോകൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക് ആണ് കേട്ടോ. ഫോർവേഡ് ബ്ലോക്ക്. അടുത്തത് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുവാൻ അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്? ഓപ്ഷൻ ബി 10 രൂപയാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നടപ്പാക്കിയ വർഷം? ഓപ്ഷൻ സി 1993 ദേശീയ മനുഷ്യാവകാശ നിയമം നടപ്പാക്കിയ വർഷം. ഇന്ത്യ പാക് അതിർത്തി രേഖ എന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യ പാക് അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് രേഖയാണ്. മക്മോഹൻ രേഖ എന്ന് പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ്. മക്മോഹൻ രേഖ. റാഡ്ക്ലിഫ് രേഖ ഏതാണ്? ഇന്ത്യ പാക് അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. അടുത്തത് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഏക ഡ്രൈവിംഗ് ബീച്ചും ഏതാണ്? മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. അടുത്തത് 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMS കേരളത്തിൽ മത്സരിച്ച മണ്ഡലം ഏത് എന്നാണ് ചോദിക്കുന്നത്. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMS എവിടെ നിന്നിട്ടാണ് ജയിച്ചത്? ഓപ്ഷൻ സി നീലേശ്വരമാണ്. ഓക്കെ, നീലേശ്വരം. അടുത്തത് കേരളത്തിൽ ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ലിങ്കൺ എന്നറിയപ്പെടുന്ന ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ. അടുത്തത് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, കേരളത്തിൽ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു ആരാണ്? അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. ഓപ്ഷൻ ബി വക്കം മൗലവി. തിരുവിതാംകൂറിലെ ലളിതകലകളുടെ സുവർണകാലമായി അറിയപ്പെട്ടത് ആരുടെ ഭരണകാലമായിരുന്നു? തിരുവിതാംകൂറിലെ ലളിതകലകളുടെ സുവർണകാലമായിട്ട് അറിയപ്പെട്ടിരുന്നത് ആരുടെ ഭരണ കാലഘട്ടമാണ്? സ്വാതി തിരുനാൾ. ഓപ്ഷൻ ഡി സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. പ്രസിദ്ധമായ മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ വില്യം ലോഗൻ ആണ് കേട്ടോ. വില്യം ലോഗൻ. പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവയാണ്. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആരാണ്? കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി മന്നത്തു പത്മനാഭനാണ്. മന്നത്തു പത്മനാഭൻ. അടുത്തത് 2011 ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിൽ അഭിനയിച്ച് ഭരത് അവാർഡ് നേടിയ മലയാള നടൻ ആരാണ്? ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിൽ അഭിനയിച്ചത് ഓപ്ഷൻ സി സലീം കുമാറാണ്. ഓക്കെ, ഭരത് അവാർഡ് നേടിയത്. അടുത്തത് കറണ്ട് അഫെയർ ആണ്, അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പ്രസിദ്ധമായ പുസ്തകം രചിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി കപിൽ ദേവ് ആണ്. അടുത്തത് കറണ്ട് അഫെയർ ആണ്, അത് ഞാൻ വിടുന്നുണ്ട്. നോക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ഉത്തർപ്രദേശിലെ മണ്ഡലം ഏത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ഉത്തർപ്രദേശിലെ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി വാരണാസിയാണ്. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഓക്സിജൻ ആണ്. ഓക്സിജൻ. അതുപോലെ തന്നെ സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അല്ലേ? സ്വയം കത്തുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ജ്വലനത്തിന് സഹായിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ജ്വലനത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. ഓക്കെ, കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ, സ്വയം കത്തുന്നത് ഹൈഡ്രജൻ, ജ്വലനത്തെ നിയന്ത്രിക്കുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം ഏതാണ്? ഇവിടെ സ്ഥാനികോർജമാണ്. ഓപ്ഷൻ സി സ്ഥാനികോർജം അല്ലെങ്കിൽ സ്ഥിതികോർജമാണ്. ഓക്കെ, കടൽ ജലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലവണം ഏതാണ്? കടൽ ജലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലവണം എല്ലാവർക്കും അറിയാം, സോഡിയം ക്ലോറൈഡ് ആണ്. ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ്. ഏത് ഉപകരണത്തിലാണ് വായുവിൻ്റെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നത്? നമുക്ക് വായു അല്ലെ കാറ്റ് നമ്മൾ ഊതുമ്പോൾ ഏതിലാണ് ശബ്ദം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ഓടക്കുഴലാണ്. എല്ലാവർക്കും അറിയാം.
അടുത്ത നോക്കുക, ഒരു നിർവീര്യ പദാർത്ഥത്തിന്റെ pH മൂല്യം എത്രയാണ്? നിർവീര്യ പദാർത്ഥത്തിന്റെ pH എന്ന് പറയുന്നത് ഓപ്ഷൻ സി 7 ആണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏത്? ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. ചലിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ ചലനത്തിൽ തുടരുവാനുള്ള പ്രവണതയാണ് എന്ത്? ഓപ്ഷൻ സി ജഡത്വം. ചലിക്കുന്ന ഒരു വസ്തുവിന് ചലനത്തിൽ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം എന്ന് പറയുന്നത്. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ജഡത്വ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്തത് ഒരു ഒന്നാം വർഗ ഉത്തോലകമാണ്. താഴെ തന്നിട്ടുള്ളതിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ ഓപ്ഷൻ ഡി കത്രികയാണ് കേട്ടോ, കത്രിക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. വൈദ്യുതി കടത്തിവിടാത്ത ഒരു പദാർത്ഥമാണ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് ആണ് വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥം. മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് നോക്കുക. ഒരു മിനിറ്റിൽ 72 തവണയാണ് കേട്ടോ. ഒരു മിനിറ്റിൽ, ഒരു സെക്കൻഡിൽ എന്നൊക്കെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഒരു മിനിറ്റിൽ 72 തവണ എന്നുള്ളതാണ് മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. അടുത്തത് മന്ദരോഗം പരത്തുന്ന കൊതുക്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ഓപ്ഷൻ ബി ക്യൂലെക്സ് കൊതുകുകളാണ്. ഓക്കെ, ക്യൂലെക്സ് കൊതുകുകളാണ്. മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങളോട് കൂടി നിരവധി സന്താനങ്ങളെ ഒരുമിച്ച് വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് എന്താണ്? ടിഷ്യൂ കൾച്ചറാണ് കേട്ടോ. മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങളോട് കൂടിയ നിരവധി സന്താനങ്ങളെ ഒരുമിച്ച് വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഗോയിറ്ററിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ കുറവാണ്? ഏതാണ്? ഓപ്ഷൻ സി അയഡിൻ ആണ്. ഗോയിറ്ററിന് കാരണമാകുന്നത് അയഡിൻ്റെ കുറവ് മൂലമാണ്. താഴെ പറയുന്നവയിൽ നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി പട്ടാമ്പിയാണ്. ഓക്കെ, വൈറ്റില, മാങ്കൊമ്പ് അതൊക്കെയുണ്ട്. പട്ടാമ്പിയാണ് താഴെ തന്നിട്ടുള്ളത്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ 206. മനുഷ്യരക്തത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ ആണ്. താഴെ പറയുന്നവയിൽ ജലസസ്യം അല്ലാത്തത് ഓപ്ഷൻ ഡി ഇത്തിൽക്കണ്ണിയാണ്. ഓക്കെ, മരത്തിന്മേൽ പിടിച്ചു വളരുന്ന ഇത്തിൽക്കണ്ണിയാണ് ജലസസ്യം അല്ലാത്തത്. അടുത്തത് കൂട്ടത്തിൽ മുട്ടയിടുന്ന സസ്തനി ഏതാണ്? ഓപ്ഷൻ ഡി പ്ലാറ്റിപ്പസ് ആണ്. ഓക്കെ, പ്ലാറ്റിപ്പസ്. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന്റെ മാത്സ് ആണ്. നമ്മൾ മാത്സ് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അപ്പോൾ ഇത്രയും 80 ചോദ്യങ്ങളായിട്ടുണ്ട്, നമ്മുടെ GK ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിർത്തുവാണ് കേട്ടോ. മാത്സ് പറ്റുവാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 80 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ഓപ്ഷനിലോട്ടൊന്നും നിങ്ങളുടെ കണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉത്തരം മാത്രം കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ഫീൽഡ് വർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സും സാധ്യതാ ചോദ്യങ്ങളും മുൻവർഷ ചോദ്യ പേപ്പറും ഒക്കെ ആയിട്ട്, അതുപോലെ +2 മെയിൻസിൻ്റെ ക്ലാസ്സിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.